ഹലോ, ഞാൻ ജോബ് സ്പാഷ്യൻ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ടാലി പ്രൈം സോഫ്റ്റ്വെയർ എങ്ങനെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാമെന്നുള്ളൊരു സെഷനാണ്. അതിനുവേണ്ടി ഞാൻ ആദ്യം ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് അതിൽ എൻ്റെ കീവേഡായ ടാലി സൊല്യൂഷൻസ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യാം. ടാലി സൊല്യൂഷൻസ് ആക്ച്വലി ടാലിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റാണ്. അപ്പോൾ ഈ കീവേഡ് സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് വരുന്ന റിസൾട്ട്സിൽ ആദ്യത്തെ റിസൾട്ട്സിൽ ഉണ്ടാവണം talisolutions.com എന്നുള്ളത്. ആ ഒരു പെർട്ടിക്കുലർ ലിങ്കിൽ ഞാൻ ക്ലിക്ക് ചെയ്യാണ്. ടാലിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലോട്ട് കയറുന്നു. അപ്പോൾ എനിക്ക് ടാലിയുടെ പേജ് ഓപ്പൺ ആയി. അവിടെ റൈറ്റ് സൈഡിൽ ഡൗൺലോഡ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഞാൻ കാണുന്നുണ്ട്. ഡൗൺലോഡ് ബട്ടനാണ് നമുക്ക് നമ്മുടെ ഡൗൺലോഡ് പേജിലോട്ട് നാവിഗേറ്റ് ചെയ്ത് കൊണ്ടുവന്നത്. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ ഡൗൺലോഡ് ബട്ടൺ ഞാൻ ക്ലിക്ക് ചെയ്തപ്പോഴത്തേക്കും എനിക്ക് ടാലി പ്രൈമിൻ്റെ ഡൗൺലോഡ് പേജിലോട്ടാണ് വന്നിരിക്കുന്നത്. അവിടെ ഞാൻ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോഴത്തേക്കും നോട്ട് എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. നോട്ട് എന്ന് പറയുമ്പോഴത്തേക്കും അതിൽ സ്പെഷ്യലി എഴുതി വെച്ചിരിക്കുന്നത് ടാലി പ്രൈം ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ടാലി പ്രൈം സോഫ്റ്റ്വെയർസ് Windows 7 അല്ലെങ്കിൽ അതിൻ്റെ ഹയർ എഡിഷൻസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ മാത്രം വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതും 64-bit ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരിക്കണം അതിൽ. അപ്പോൾ 64-bit ഓപ്പറേറ്റിംഗ് സിസ്റ്റം വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 64-bit പ്രോസസ്സർ ആയിരിക്കണം ഉണ്ടാവേണ്ടത്. അപ്പോൾ എന്നാൽ മാത്രമേ നമുക്ക് 64-bit ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ മാത്രമേ ടാലി പ്രൈം ഇൻസ്റ്റാൾ ചെയ്യാനും പറ്റുള്ളൂ. അതും Windows 7 അല്ലെങ്കിൽ അതിൻ്റെ ഹയർ എഡിഷൻസ്. അപ്പോൾ ഇതിന് കുറച്ചും കൂടെ അഡീഷണൽ ആയിട്ട് നോട്ട്സ് നമുക്ക് കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്കവിടെ ഹിയർ എന്ന് പറഞ്ഞുള്ള ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ അത് ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് എന്നെ ടാലി റീഡയറക്റ്റ് ചെയ്ത് കൊണ്ടുപോവാണ് help.talisolutions.com എന്നുള്ള ഒരു പേജിലോട്ട്. അപ്പോൾ അവിടെ എനിക്ക് ഇൻസ്റ്റലേഷൻ്റെ ഫുൾ ഗൈഡൻസ് ഇവിടെ തരുന്നുണ്ട്. ഈ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ആ ഇൻസ്റ്റലേഷൻ്റെ എല്ലാ കാര്യങ്ങളും അവർ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ബേസിക് ആയിട്ട് നമ്മുടെ മിനിമം റിക്വയർമെൻറ്റ്സ് ആണ് ഞാൻ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ പ്രൊസസ്സർ അവർ എഴുതി വെച്ചിട്ടുണ്ട് 64-bit ആർക്കിടെക്ചറുള്ള പ്രൊസസ്സർ ആയിരിക്കണം യൂസ് ചെയ്യേണ്ടതെന്ന്. അതിൻ്റെ മിനിമം സ്പീഡ് ഏത് ടൈപ്പ് ഓഫ് പ്രൊസസ്സർ സപ്പോർട്ടഡ്. പിന്നെ അതിൽ എഴുതി വെച്ചിട്ടുണ്ട് റാം എത്ര തരും. നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് 4GB അല്ലെങ്കിൽ അതിനും ഹയർ ആയിട്ടുള്ള റാം ആയിരിക്കണം നമ്മുടെ സിസ്റ്റത്തിൽ ഉണ്ടാവേണ്ടത്. ഹാർഡ് ഡിസ്ക് അവർ സ്പേസ് മെൻഷൻ ചെയ്യുന്നത് 150 MB ആണ് മിനിമം സ്പേസ്. 150 MB മിനിമം സ്പേസ് ആപ്ലിക്കേഷൻ മാത്രം ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട്. ആപ്ലിക്കേഷൻ പ്ലസ് ഡാറ്റ വരുമ്പോൾ ഡാറ്റയുടെ സൈസ് അനുസരിച്ച് നമുക്ക് അഡീഷണൽ ആയിട്ട് സ്പേസ് ഒക്കെ ആവശ്യമായിട്ട് വരും. അത് നമ്മൾ നോക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോണിറ്റർ റെസൊല്യൂഷൻ വരുമ്പോഴത്തേക്കും അവർ കൊടുത്തിരിക്കുന്ന ആ ഒരു മിനിമം ആ റെസൊല്യൂഷനിലുള്ള മോണിറ്ററെങ്കിലും നമ്മൾ യൂസ് ചെയ്യണമെന്നുള്ളതാണ്. ഏറ്റവും പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ഇത് തന്നെയാണ് വെളിയിലും കിടക്കുന്നത്. 64-bit ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ മാത്രമേ അത് വർക്ക് ചെയ്യുള്ളൂ. അതും Windows 7 അല്ലെങ്കിൽ അതിൻ്റെ ഹയർ എഡിഷൻസ്. ഇപ്പോൾ സെർവർ എഡിഷൻസ് ആണ് യൂസ് ചെയ്യുന്നത്. സെർവർ എഡിഷൻസിൻ്റെ യൂസ് ചെയ്യുമ്പോഴത്തേക്കും Windows Server 2008 R2 അല്ലെങ്കിൽ അതിൻ്റെ എബോവ് ആയിട്ടുള്ള റിലീസസ് ആയിരിക്കും യൂസ് ചെയ്യേണ്ടത്. ഇപ്പോൾ Windows 7 ആണെങ്കിലും Windows 7, Windows 8, Windows 10 ഇതിലൊക്കെ വർക്ക് ചെയ്യും. അതെല്ലാം 64-bit ആയിരിക്കണം വർക്കൗട്ട് ആവേണ്ടത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ MS ഓഫീസ് യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ. ഇപ്പോൾ മൈക്രോസോഫ്റ്റ് ഓഫീസ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ 64-bit മൈക്രോസോഫ്റ്റ് ഓഫീസിൻ്റെ പ്രൊഡക്ട്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് എങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് വരുന്നത്. അങ്ങനെ ഇപ്പോൾ ടാലി ഇപ്പോൾ നമ്മളിപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എക്സ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്കും അങ്ങനെ വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും വരാതെ നമുക്ക് എക്സലിൽ എക്സ്പോർട്ടായി കിട്ടും. കാര്യങ്ങളെല്ലാം നടക്കും. നമുക്കപ്പോൾ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് നിൽക്കും 64-bit പ്രൊഡക്റ്റാണ് ഇൻസ്റ്റാൾഡ് ആയിട്ട് നിൽക്കുന്നതെങ്കിൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ടാലി മിനിമം റിക്വയർമെൻറ്റ്സ് പറയുന്നത്. ഇതെല്ലാം ഓക്കെ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ തിരിച്ച് എൻ്റെ പഴയ പേജിലോട്ട് വന്നു. അവിടെ നിന്ന് ഞാൻ ഡൗൺലോഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ പോവാണ്. ഡൗൺലോഡ് എന്നുള്ള ബട്ടൺ ഞാൻ ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും എന്നെ ഡൗൺലോഡ് ഫയൽ സേവ് ചെയ്യേണ്ട ഒരു ഓപ്ഷൻസ് ആണ് വന്നിരിക്കുന്നത്. ഞാനത് ജസ്റ്റ് ഒന്ന് സേവ് എന്നുള്ളത് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് എൻ്റെ ഡൗൺലോഡ് ലൊക്കേഷൻ ലിസ്റ്റിലോട്ട് അത് സേവ് ചെയ്യാൻ വേണ്ടി പോയിരിക്കുകയാണ്. അപ്പോൾ ഡൗൺലോഡ് കംപ്ലീറ്റ് ആയി കഴിയുമ്പോഴത്തേക്കും ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സെറ്റപ്പിൻ്റെ ലൊക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് സെറ്റപ്പിൽ ഡബിൾ ക്ലിക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഈ ഒരു ഇത്രയും ലൊക്കേഷൻ വരെ നമ്മളിപ്പോൾ മിനിമം റിക്വയർമെൻറ്റ്സ് ആയില്ലെങ്കിൽ പോലും ഇപ്പോൾ 64-bit അല്ലെങ്കിൽ പോലും നമുക്ക് ഡൗൺലോഡ് ചെയ്ത് വരെ എത്തിക്കാനുള്ള കാര്യങ്ങളൊക്കെ നടക്കും. പക്ഷേ നമുക്ക് ഇൻസ്റ്റലേഷനിലോട്ട് പ്രൊസീഡ് ചെയ്യാൻ പറ്റില്ല. അതൊക്കെ എററായിരിക്കും നിൽക്കുന്നത്. അപ്പോൾ നിങ്ങളപ്പം ബേസിക് ആയിട്ടുള്ള ഇൻസ്റ്റലേഷൻ നോട്ട്സ് വായിച്ചതിന് ശേഷം മാത്രം ഇൻസ്റ്റലേഷനിലോട്ട് കിടക്കുക. അപ്പോൾ ഞാനിപ്പോൾ സെറ്റപ്പ് ഡബിൾ ക്ലിക്ക് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഓപ്പൺ ആയി വരും. അപ്പോൾ അതിനടുത്തെന്ന് പറഞ്ഞാൽ വേറെ ഇഷ്യൂസ് ഒന്നും വരാൻ ചാൻസസ് ഇല്ല. അപ്പോൾ ഇതിൽ ഞാൻ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് ടാലി ERP9 കുറച്ചൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് കുറച്ചും കൂടെ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഡൗൺലോഡ് ഫോൾഡർ ലൊക്കേഷൻ്റെ സ്ക്രീൻ ഒന്ന് ഞാൻ മിനിമൈസ് ചെയ്യാണ്. സെറ്റപ്പ് മാത്രം ഞാൻ മാക്സിമൈസ് ചെയ്ത് വിൻഡോയിൽ ഫ്രണ്ടിലായിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ എൻ്റെ സിസ്റ്റത്തിൽ 6.6.3 ടാലി ERP9 സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലൊക്കേഷൻ അവിടെ കാണിക്കുന്നുണ്ട്. എൻ്റെ ഷോർട്ട് കട്ട് കീ ആണ് അവിടെ ഫ്രണ്ടിൽ കിടക്കുന്നത്. അതേപോലെ 6.6.2 ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ടാലി സോഫ്റ്റ്വെയർ ERP9 സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ടാലി പ്രൈം സോഫ്റ്റ്വെയർസ് എല്ലാം ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് വരും. അതിനെ നമുക്ക് ഓവറേറ്റ് ചെയ്യണം. ആ ഒരു ലൊക്കേഷനിലോട്ട് തന്നെ നമുക്ക് പുതിയ പ്രൈമിൻ്റെ സെറ്റപ്പ് ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് പറഞ്ഞാണ് ചോദിക്കുന്നത്. ഇൻ കേസ് ഇപ്പോൾ നമ്മളിപ്പോൾ ഫസ്റ്റ് ടൈം കാര്യങ്ങളൊക്കെ ഇത് ചെയ്യുമ്പോഴത്തേക്കും അത് ചെയ്യാതിരിക്കുന്ന ഭേദം എപ്പോഴും നല്ലതെന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാൾ ന്യൂവിൽ തന്നെ ചെയ്യുന്നതായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് നമുക്ക് ടാലി ERP9 അത് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല.
അത് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഞാൻ അടുത്തത് അത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി നടക്കേണ്ടി വരും. അപ്പോൾ ബെറ്റർ ആയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പുതിയൊരു ലൊക്കേഷനിലോട്ട് കൊടുക്കുന്നതാണ്. ഇത് കൂടാതെ എനിക്കവിടെ വേറൊരു അഡീഷണൽ ഓപ്ഷൻ ഞാൻ ശ്രദ്ധിക്കുന്നതെന്ന് പറഞ്ഞാൽ സെലക്ട് ആപ്ലിക്കേഷൻ ഫ്രം ഡ്രൈവ് എന്നാണ്. ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ ടാലിയുടെ പ്രൊഡക്ട്സ് എല്ലാം ചിലപ്പോൾ ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് എന്നാലും ടാലി സോഫ്റ്റ്വെയർസ് ഇൻസ്റ്റാൾഡ് ആയിട്ടുണ്ടെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ലൊക്കേഷനിലോട്ട് ചെന്നിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സെലക്ട് ആപ്ലിക്കേഷൻ ഫ്രം ഡ്രൈവ്. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ ടാലി ERP9 നമ്മൾ ചെന്നിട്ട് അവിടെ കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും അവിടെ ERP9 വരും, ടാലി പ്രൈം റീപ്ലേസ് ആയിക്കോളും. ഞാനിപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാൾ ന്യൂ എന്നുള്ളൊരു ബട്ടൺ ക്ലിക്ക് ചെയ്യാണ്. ഇൻസ്റ്റാൾ ന്യൂ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് വരുന്ന ഈ ഒരു ഓപ്ഷൻസിൽ കോൺഫിഗർ മോർ ആക്ഷൻസ് ഇൻസ്റ്റാൾ. മോർ ആക്ഷൻസ് ഒന്നുമില്ല, ഇപ്പോൾ നേരത്തെ കണ്ട സ്ക്രീനിലോട്ട് തിരിച്ചു തന്നെ പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ബാക്ക് ബട്ടൺ ഒന്നും ഇല്ലാത്ത കാരണമാണ് ടാലി ആ ഒരു ഓപ്ഷൻ കൊടുത്ത് വെച്ചിരിക്കുന്നത്. നേരത്തെ ആ സ്ക്രീനിലോട്ട് തന്നെ അത് തിരിച്ചു പോകും. അപ്പോൾ നമുക്കിപ്പോൾ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാത്തും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കോൺഫിഗറിൽ ഞാൻ ക്ലിക്ക് ചെയ്യാണ്. കോൺഫിഗർ ക്ലിക്ക് ചെയ്തിട്ട് എനിക്ക് അവിടെ ആപ്ലിക്കേഷൻ പാത്ത് ഉണ്ട്. ആപ്ലിക്കേഷൻ പാത്ത് എനിക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടി സി ഡ്രൈവ് വെച്ച് വേറെ ഏതെങ്കിലും ഒരു ഡ്രൈവിലോട്ട് ഇൻസ്റ്റാളേഷൻ കൊടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡാറ്റയും എല്ലാം ഒരേ ഫോൾഡറിലായ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നാളെ കറക്റ്റ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും അത് ഡാറ്റ ലോസിന് കാരണമായിട്ട് വരാം. അപ്പോൾ അതുകൊണ്ടിട്ട് സി ഡ്രൈവ് വെച്ച് വേറെ ഏതെങ്കിലും ഒരു ലൊക്കേഷനിലോട്ട് ഇൻസ്റ്റലേഷൻ നമുക്ക് ബ്രൗസ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ആ പാത്ത് ഡയറക്റ്റ്ലി നമുക്ക് അവിടെ ഇട്ട് കൊടുക്കാം. അതനുസരിച്ച് ആ ഇൻസ്റ്റലേഷൻ ആ ഫോൾഡറിലോട്ട് നടന്നോളും. പിന്നെ അഡീഷണൽ ആയിട്ട് ഓപ്ഷൻ വരുന്നതെന്ന് പറഞ്ഞാൽ ഡെസ്ക്ടോപ്പ് ഷോർട്ട് കട്ട് വേണോ വേണ്ടതെന്നുള്ളത്. ഇപ്പോൾ ഡെസ്ക്ടോപ്പിൽ ഷോർട്ട് കട്ട് വേണോ വേണ്ടതെന്നുള്ള ആ ഷോർട്ട് കട്ടിൻ്റെ പേരെന്താണ് വെക്കേണ്ടത്. ഇപ്പോൾ ടാലി പ്രൈം ആയിരിക്കും ഡിഫോൾട്ടായിട്ട് വരുന്നത്. അടുത്ത സ്റ്റാർട്ട് മെനുവിൽ അതിൻ്റെ ഓപ്ഷൻസ് വേണോ എന്നുള്ളത്, അതിൻ്റെ പേര് എന്തായിരിക്കണം എന്നുള്ളതൊക്കെയാണ് ഇവിടെയുള്ള അഡീഷണൽ ആയിട്ടുള്ള ഓപ്ഷൻസ്. പിന്നെ നമുക്ക് ഷോ മോർ ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് വരുന്നുണ്ട് കോൺഫിഗർ ഡാറ്റ ടാലി ഗേറ്റ്വേ സെർവർ എന്നുള്ളൊരു ഓപ്ഷൻ. ഇതിപ്പോൾ ബേസിക്കലി ഇപ്പോൾ മൾട്ടി യൂസർ എൻവയോൺമെൻറ്റിൽ ക്ലയൻറ്റ് സിസ്റ്റംസിലാണ് ഇത് ബേസിക്കലി യൂസ് ആയി വരുന്നത്. ഇപ്പോൾ നമ്മൾ മെയിൻ ലൈസൻസ് കിടക്കുന്ന സിസ്റ്റത്തിൻ്റെ ലൈസൻസ് ഫയൽ ഇങ്ങോട്ട് കോൺഫിഗർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ഓപ്ഷൻ നിൽക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ മാനുവലി അതിൻ്റെ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കും. എവിടെയാണ് എൻ്റെ സെർവർ നിൽക്കുന്നത്, അതിൻ്റെ പോർട്ട് അഡ്രസ്സും കാര്യങ്ങളും ഇട്ട് കൊടുക്കും. ആ സെർവറിൽ നിന്നുള്ള ലൈസൻസ് നമ്മുടെ ക്ലയൻറ്റ് സിസ്റ്റത്തിലോട്ട് മാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത് മൾട്ടി യൂസർ എൻവയോൺമെൻറ്റിൽ. പിന്നെ എനിക്കിവിടെ ഷോ അഡ്വാൻസ്ഡ് ഓപ്ഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഷോ അഡ്വാൻസ്ഡ് ഓപ്ഷൻസ് ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും എൻ്റെ ടാലി ഗേറ്റ്വേ സെർവർ റൺ ചെയ്യേണ്ടത് ഏത് പോർട്ടിലാണെന്നുള്ളത് എനിക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ടാലി ഗേറ്റ്വേ സെർവറിന് വേണ്ടിയിട്ട് ഡിഫോൾട്ടായിട്ട് ടാലി കൊടുക്കുന്ന പോർട്ട് 9999 ആണ്. ഇപ്പോൾ എനിക്ക് ഈ ഒരു പെർട്ടിക്കുലർ പോർട്ട് യൂസ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ വേറെ ഏത് പോർട്ട് കൊടുക്കാമെന്നുള്ളത് എനിക്ക് ഇവിടെ വെച്ച് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതെന്തെങ്കിലും ആവശ്യം ചേഞ്ചസ് ഉണ്ടെങ്കിൽ ഇവിടെ വെച്ച് തന്നെ ചേഞ്ച് ചെയ്തിട്ട് അതിന് ഇതെല്ലാം ഞാൻ Ctrl+A കൊടുത്തിട്ട് അക്സെപ്റ്റ് ചെയ്തു. Ctrl+A കൊടുത്താൽ മതി, ആ ഒരു സ്ക്രീൻ ഫുൾ അക്സെപ്റ്റ് ആവും. അക്സെപ്റ്റ് ആയതിനു ശേഷം ഞാനിവിടെ ഇൻസ്റ്റലേഷൻ സ്ക്രീനിലോട്ട് തിരിച്ചു വന്ന ഇൻസ്റ്റലേഷൻ സ്ക്രീനിൽ ഞാൻ ഇൻസ്റ്റാൾ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ പോവാണ്. അത് ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ടാലി സെറ്റപ്പ് റണ്ണായി ഇൻസ്റ്റലേഷൻ വർക്കൗട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇൻസ്റ്റലേഷൻ പെട്ടെന്ന് തന്നെ തീരും കേട്ടോ. ഇൻസ്റ്റലേഷനിൽ വലിയ ടൈമൊന്നും എടുക്കില്ല. അപ്പോൾ ഇതിൽ എനിക്കൊരു ഓപ്ഷൻ ഉണ്ട്, സ്റ്റാർട്ട് ടാലി പ്രൈം എന്ന് പറഞ്ഞിട്ടുള്ള. ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കാണ് നമുക്ക് ഈ ഒരു സെറ്റപ്പ് വിൻഡോയിൽ നിന്ന് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ടാലി പ്രൈം ഓപ്പൺ ആകാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ടാലി പ്രൈം ഓപ്പണായി വരുന്നുണ്ട്. വന്നിട്ടുണ്ട്. ഞാൻ ലൈസൻസിങ് കറക്റ്റായിട്ട് കൊടുക്കാത്ത കാരണമാണ് ലൈസൻസിൻ്റെ ഒരു സ്ക്രീനിലോട്ട് വന്നത്. എനിക്ക് ആക്ച്വലി ആ ഒരു പെർട്ടിക്കുലർ ലൊക്കേഷനിൽ നിന്ന് എനിക്ക് വേറെ ലൈസൻസ് ഒന്നും കിട്ടാത്ത കാരണമാണ് ടാലി ഈ ഒരു വിൻഡോയിൽ ഓപ്പൺ ആക്കി കൊണ്ടുവരണം. ഇല്ലെങ്കിൽ സെലക്ട് കമ്പനി വിൻഡോയിൽ തന്നെയാണ് വന്ന് നിൽക്കുന്നത്. സെലക്ട് കമ്പനി വിൻഡോയിലാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി കമ്പനി സെലക്ട് ചെയ്ത് അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്ത കാര്യങ്ങൾക്കൊക്കെ മുമ്പോട്ട് നീങ്ങാൻ പറ്റും. അപ്പോൾ ഇതിൽ വരുന്നതെന്ന് പറയുമ്പോഴത്തേക്കും എനിക്കിപ്പോൾ എഡ്യൂക്കേഷൻ മോഡിൽ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ കണ്ടിന്യൂ എഡ്യൂക്കേഷൻ മോഡ് കൊടുക്കാൻ പറ്റും. ഇല്ലിപ്പോൾ ലൈസൻസ് ഏതെങ്കിലും നെറ്റ്വർക്കിൽ ലൈസൻസ് ഉണ്ട്, വീണ്ടും എനിക്കൊന്ന് മാപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ യൂസ് ലൈസൻസ് ഫ്രം നെറ്റ്വർക്ക് എന്നുള്ള ആ ബട്ടൺ ക്ലിക്ക് ചെയ്യും. നേരത്തെ നമ്മൾ കൊടുത്ത പോലെ കോൺഫിഗറേഷനിൽ നമ്മളിപ്പോൾ ലോക്കൽ ഹോസ്റ്റ് 999 ആയിരുന്നു നമ്മളുടെ ഗേറ്റ്വേ സെർവർ ക്ലയൻറ്റ് സിസ്റ്റത്തിൽ കോൺഫിഗർ ചെയ്യുന്ന രീതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത്. അത് ഡിഫോൾട്ടായിട്ട് അങ്ങനെ വരുന്നത്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് എന്തെങ്കിലും എന്താ പറയുന്നത്, എനിക്ക് എൻ്റെ നെറ്റ്വർക്കിലോട്ടുള്ള എൻ്റെ സെർവർ സിസ്റ്റത്തിലോട്ടുള്ള ഒരു കോൺഫിഗറേഷൻ ഗേറ്റ്വേ സെർവേഴ്സ് ഇവിടെ നിന്ന് തന്നെ എനിക്ക് സെർച്ച് ചെയ്തിട്ട് അത് കൊടുക്കാൻ പറ്റും. പിന്നെ അടുത്തുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ആക്ടിവേറ്റ് ന്യൂ ലൈസൻസ് ആണ്. ആക്ടിവേറ്റ് ന്യൂ ലൈസൻസ് എനിക്കിപ്പോൾ അതൊരു വൺ ടൈം പ്രോസസ്സാണ് ആക്ച്വലി. ഇപ്പോൾ ഞാൻ പുതിയതായിട്ടൊരു ടാലി സീരിയൽ നമ്പർ മേടിക്കുമ്പോൾ മാത്രമേ അത് ചെയ്യൂ. ടാലിയുടെ ലൈസൻസ് എടുക്കുമ്പോഴത്തേക്കും ഞാനിവിടെ ആക്ടിവേഷൻ കൊടുക്കുന്നുണ്ട്. കുറച്ച് പ്രൊസീജിയേഴ്സുകളുണ്ട്. ഇല്ലെങ്കിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ റീആക്ടിവേറ്റ് ഉണ്ട്. റീആക്ടിവേറ്റിലും നമ്മളിപ്പോൾ സറണ്ടർ ചെയ്ത് ലൈസൻസ് റീആക്ടിവേറ്റ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ കണ്ടിന്യൂ എഡ്യൂക്കേഷൻ മോഡിലോട്ട് തന്നെ കയറുകയാണ്. എനിക്ക് എഡ്യൂക്കേഷൻ മോഡിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സെലക്ട് കമ്പനി എന്നുള്ളൊരു വിൻഡോയിലാണ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇനിയാണ് നമുക്കിവിടെ ബാക്കി കാര്യങ്ങളൊക്കെ ഉള്ളത്. അത് ഞാൻ അടുത്ത എൻ്റെ വീഡിയോ സെഷനിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും ഭാഗം നമ്മളെല്ലാവരും കൂടെ നോക്കി. ഇപ്പോൾ ഇതാണ് ടാലി സോഫ്റ്റ്വെയറിൻ്റെ ഒരു സ്ട്രക്ചർ ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ എൻ്റെ കൂടെ ഇത്ര നേരം നിന്നത് എൻ്റെ ഈ വീഡിയോസ് കണ്ടുകൊണ്ട് നിന്നതിനും താങ്ക് യു.